പൊതുവെയുള്ള അറ്റ്മോസ്ഫിയർ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ചീഫ് ജസ്റ്റിസ് നല്ലൊരാളെ കിട്ടിയിട്ടുണ്ട്, DY ചന്ദ്രചൂഡ്. ഒരുപാട് കാരുണ്യം ഉള്ള ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. അതൊക്കെ കേരളത്തിന് ഗുണമാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇത് 3.5 കോടി ജനങ്ങളുടെ പ്രതീക്ഷയാണ്, പ്രകൃതിയുടെ ഒരു പ്രതീക്ഷയാണ്. കുറച്ച് മിസ്റ്റേക്കാണ്. ജനങ്ങളുടെ ഒരു പിന്തുണ കാര്യങ്ങൾ മാറ്റിമറിക്കുമെന്ന് തോന്നുന്നു. വളരെ നല്ല മനുഷ്യനായ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിൽ തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാം കേസ് വരുന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്നുള്ളൂ. കാരണം എനിക്ക് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൽ അത്രയും വിശ്വാസമുണ്ട്. ഗവൺമെൻറ്റുകൾ വന്ന് അഡ്ജർമെൻറ്റ് മേടിച്ച് മാറ്റിക്കളയുമെന്നൊരു ഭയമുണ്ട്. ഇതിൽ 14 ഗവൺമെൻറ് ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. തമിഴ്നാട് മാത്രമല്ല, കേരളത്തെ എനിക്ക് പേടി. അവരാണ് എപ്പോഴും വന്ന് അഡ്ജർമെൻറ്റ് ചോദിക്കുന്നത്. പിന്നെ തമിഴ് അഡ്വക്കേറ്റ്സ് നമ്മൾ വളരെ ബഹുമാനത്തോടെ കാണുന്നത്. തമിഴ് അഡ്വക്കേറ്റ്സ് അവരുടെ ഒരു ഒപ്പോണൻ്റായിട്ടൊന്നും കാണുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം, സുപ്രീം കോടതിയിലെ തമിഴ് അഡ്വക്കേറ്റ്സിന് അറിയാം, അവർക്ക് ദോഷം വരുന്നതൊന്നും അഡ്വക്കേറ്റ് റസൽ ജോയ് ചെയ്യില്ല എന്നറിയാം. തമിഴ്നാടിനും കേരളത്തിനും കൂടി സ്വീകാര്യമായ ഒരു എമിക്കബിൾ സെറ്റിൽമെൻറ്റ് ആണ് എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പോൾ പഴകി ദ്രവിച്ച ഒരു ഡാമിൻ്റെ അടിയിൽ ഭയത്തോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് അഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഒരു എൻജിനീയറിങ് സബ്ജക്റ്റിൻ്റെ അടുത്തോട് കൂടി പോവാത്ത ആൾക്കാർ വലിയ ഡയലോഗ്സ് പറയും. വേറൊരു തമിഴ്നാട്ടിലെ ആൾക്കാർ അങ്ങനെ പറയാറില്ല. അറിയാൻ പാടില്ലാത്തത് മിണ്ടാണ്ടിരിക്കും. അറിയുന്നവർ പറയുന്നത് അംഗീകരിക്കും. കാരണം നമ്മൾ പഠിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളെന്ത് പറയണമെന്ന് വിചാരിച്ചിട്ട്. മലയാളി അങ്ങനെയല്ല. മലയാളി വലിയ പണ്ഡിതൻ എല്ലാവരെയും പഠിപ്പിക്കാൻ വരും. എന്നെയും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അത്തരം പഠിപ്പിക്കലുകൾ കേൾക്കാൻ നിൽക്കില്ല. നമ്മുടെ സ്ഥലത്ത് തമിഴ്നാടിൻ്റെ ഭരണം അത് ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഭരിക്കണം. അതാണ് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യുന്ന തമിഴ്നാട് ചെയ്യേണ്ടത്. ഇത് ഒരുമാതിരി പൊളിറ്റിക്സാണ്. ഇതൊക്കെ ഒരു വലിയ ക്രൂരതയാണ്. ഈ പഴയ ഡാം നമ്മുടെ തലയ്ക്ക് മേലെ എങ്ങനെ നിർത്തുക എന്നുള്ളത്. എത്രയോ മുമ്പ് ഇതിനൊരു സൊല്യൂഷൻ 60 വർഷമായി എന്ന് ഓർക്കണം. കരാറിൻ്റെ സാധുതയോ പുതിയൊരു ഡാമിൻ്റെ കൺസ്ട്രക്ഷനോ ഒന്നും ഞാൻ പറയുന്നില്ല. Let the dam be examined by international reliability scientists and let them say how long this dam is reliable. ഞാനിപ്പോൾ കൊച്ചി എയർപോർട്ടിലാണുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ അഡ്വക്കേറ്റ് റസൽ ജോയ് സാറാണുള്ളത്. അപ്പോൾ ഒരുപാട് പേരുടെ പ്രതീക്ഷ കയ്യിൽ പിടിച്ച് സാർ ഇപ്പോൾ പറക്കാൻ പോവാണ് ഡൽഹിയിലേക്ക്. സാർ എന്താണ് പറയാനുള്ളത്? എനിക്കും അത് തന്നെ പറയാനുള്ളൂ. ഇത് 3.5 കോടി ജനങ്ങളുടെ പ്രതീക്ഷയാണ്, പ്രകൃതിയുടെ ഒരു പ്രതീക്ഷയാണ്, നാടിൻ്റെ ഒരു പ്രതീക്ഷയാണ്. നമ്മുടെ കേരളത്തിൻ്റെ ഭാഷ, സംസ്കാരം എല്ലാം സംരക്ഷിക്കപ്പെടണം. സർവോപരി ഒരാൾക്ക് പോലും ജീവാപായം ഉണ്ടാവരുത്. അതാണ് ലക്ഷ്യം. ഇപ്രാവശ്യം കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമാണ്. പൊതുവെയുള്ള അറ്റ്മോസ്ഫിയർ പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ്. ചീഫ് ജസ്റ്റിസ് നല്ലൊരാളെ കിട്ടിയിട്ടുണ്ട്, DY ചന്ദ്രചൂഡ്. അപ്പം ഒരുപാട് കാരുണ്യം ഉള്ള ഒരാളായിട്ടാണ് അറിയപ്പെടുന്നത്. അതൊക്കെ കേരളത്തിന് ഗുണമാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കുറച്ച് മിസ്റ്റേക്കാണ്. ജനങ്ങളുടെ ഒരു പിന്തുണ കാര്യങ്ങൾ മാറ്റിമറിക്കുമെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ വളരെ നല്ല മനുഷ്യനായ ഒരു ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിൽ തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാം കേസ് വരുന്നത് ഞാൻ ആവർത്തിച്ച് പറയുന്നുള്ളൂ. കാരണം എനിക്ക് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിൽ അത്രയും വിശ്വാസമുണ്ട്. അതുകൊണ്ടാണ്. കാരണം ഞാൻ 8-ാം തീയതി വന്ന് മെൻഷൻ ചെയ്തപ്പോൾ ഞാൻ ശരിക്കും സുപ്രീം കോടതി പ്രോട്ടോക്കോളോ റൂൾസ് ഓഫ് പ്രാക്ടീസൊന്നും പ്രൊസീജിയറൊന്നും ഫോളോ ചെയ്യേണ്ട മെൻഷൻ ചെയ്തു. പക്ഷേ
അതിനൊന്നും ഒരു തടസ്സം ഉണ്ടായില്ല. നല്ലൊരു അക്കോമഡേഷനായിരുന്നു. ഇപ്രാവശ്യവും അതിന് ലഭിക്കുന്നു കരുതാണ്. ഇപ്പോഴും സെപ്റ്റംബറിലേക്കാണ് ഈ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. സെപ്റ്റംബറിലെ ഒരു ഡേറ്റിലാണ് ഇത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇങ്ങോട്ട് അഡ്വാൻസ്ഡ് ആവണം. അപ്പോൾ നമ്മൾ അർജൻസി പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. എന്തിനാണ് സെപ്റ്റംബറിൽ ലിസ്റ്റായി ഇരിക്കുന്ന ഒരു കേസ് ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടതെന്നുണ്ട്. എന്താ പറയാന്ന് എനിക്ക് തോന്നുന്നു സാറ് ഒരു ഇമോഷണൽ ആണ് ശരിക്കും. എന്ന് വെച്ചാൽ ഒരുപാട് പ്രാവശ്യം സാറ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് ഇതൊക്കെയാണ് പ്രശ്നം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരുപാട് സോഷ്യൽ മീഡിയയിൽ വൈറലായ വീഡിയോ ആണ്. സാറ് പറഞ്ഞ ശേഷം ഒരുപാട് ആൾക്കാർ റിസർച്ച് ചെയ്തു സാർ. ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അല്ല ഇനിയും സപ്പോർട്ട് വേണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? ഇതിപ്പോൾ എനിക്ക് ഗവൺമെൻറ്റുകൾ വന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് മേടിച്ച് മാറ്റിക്കളയുമെന്നൊരു ഭയമുണ്ട്. ഇതിൽ 14 ഗവൺമെൻറ് ഉണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ. തമിഴ്നാട് മാത്രമല്ല, കേരളത്തെ എനിക്ക് പേടി. അവരാണ് എപ്പോഴും വന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യവും അങ്ങനെ മാറിപ്പോകുമോ എന്നൊരു ഭീതിയുണ്ട്. ആ ഒരു ഭയം മാത്രമാണ് ഉള്ളത് അല്ലേ? കേസ് നന്നായിട്ട് പറയാൻ പറ്റും. കേസ് സിമ്പിളാണ്. കേസ് നന്നായിട്ട് പറയാൻ പറ്റും. അത് ലിസ്റ്റിലേക്ക് വരുമോ എന്നുള്ളതിൽ സംശയമുണ്ട്. അതാണ് ഒരു വിഷയം. കാരണം സെപ്റ്റംബറിൽ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അഡ്വാൻസ് വേണമല്ലോ. അപ്പം ഇത് ഓഗസ്റ്റ് അല്ലേ കോടതി. അപ്പം അർജൻസി എന്താണെന്നുള്ളത് പറയണം. അർജൻസി ക്ലൗഡ് ബേസ്റ്റിംഗ് ഒക്കെ പറയാം. പിന്നെ ട്രമാസൊക്കെ ഇപ്പോൾ അടുത്തങ്ങൊരു ട്രമാസം ഉണ്ടായിട്ടില്ല. ട്രമാസം ഉണ്ടായത് 2 മാസമൊക്കെ മുമ്പാണ്. പക്ഷേ എർത്ത്ക്വേക്ക് പ്രോൺ ഏരിയ എന്നൊക്കെ പറയാം. പിന്നെ റീസെൻറ്റ് തുംഗഭദ്ര ആ ഇൻസിഡൻറ്റ് പറയാം. കാരണം എന്ന് വെച്ചാൽ ഭൂമിയുടെ വലിപ്പം വെച്ച് കർണാടക ഒരു ദൂരമുള്ള സ്ഥലമല്ല. അപ്പോൾ മഴ പറയാം. പിന്നെ ഇത് ഓഗസ്റ്റാണ്. ഓഗസ്റ്റിൽ ഫോറസ്റ്റ് വലിക്കില്ല വെള്ളം. ഓഗസ്റ്റിൽ പെയ്യുന്ന മഴ ജൂണിലും ജൂലൈയിലൊക്കെ പെയ്യുന്ന മഴ ഫോറസ്റ്റ് വലിക്കും. ഒരു സ്പോഞ്ച് കണക്ക് വലിക്കും. ഇനിയിപ്പോൾ ഒരു തുള്ളി മഴ പെയ്താലും അത് പുഴയിലും ഡാമിലുമൊക്കെ എത്തും. അപ്പോൾ ഓഗസ്റ്റ് ഭയങ്കര ക്രിട്ടിക്കലാണെന്ന് കോടതി പറയാം. അങ്ങനെ അർജൻസി പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണേ. അത് മാത്രമല്ല സാർ, ഇപ്പം നമ്മുടെ തുംഗഭദ്ര എന്ന് പറയുന്നത് നമ്മുടെ മുല്ലപ്പെരിയാർ കഴിഞ്ഞാൽ അത് നിസ്സാരമായി കാണുന്നു പറയുമ്പോഴത്തേക്കും അല്ലേ? ഇത് സമയം എത്രയെന്നും കൂടി പ്രേക്ഷകരോടൊന്ന് പറഞ്ഞേക്കും. അതെ, ഇത് വെളുപ്പിന് എനിക്ക് തോന്നുന്നു 3:30 ആയിട്ടുണ്ടാവില്ല. ആ സമയത്താണ് സാറ് നിൽക്കുക. കാരണം അത്രയും തിരക്കിനിടയിലും നമ്മൾ സാറ് പറയുന്നുണ്ട് ആവശ്യം ഇതാണ്. കാരണം ഓരോരുത്തരിലേക്ക് എത്തിക്കുന്നുണ്ട് സാർ എന്താണ്. ഇതൊരു ചെറിയൊരു മിഷനല്ല, ഇതൊരു വലിയ മിഷനാണ്. ഒരുപാട് 14 ഗവൺമെൻറ്റ്സ് എൻ്റെ കേസിൽ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് വന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് ചോദിച്ചാൽ ചിലപ്പോൾ മാറിപ്പോയി എന്ന് വരും. അപ്പോൾ അതാണ് ഒരു വിഷയമുള്ളത്. പിന്നെ ഒരൊറ്റ ചോദ്യം കൂടി ചോദിക്കട്ടെ സാർ. ഇപ്പം എല്ലാവരും പറഞ്ഞു നമ്മൾ സാറിങ്ങനെ ഭയങ്കര രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് തരുന്നുണ്ട്. ഫാമിലി എങ്ങനെയാണ് സാറിന്? സപ്പോർട്ടാണ്? ഫാമിലിയൊക്കെ നല്ല സപ്പോർട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുമല്ലോ. സോ വീട്ടിലെ ധൈര്യം കൂടിയാണ് സാറിനെ അല്ലേ ഇവിടെ എത്തിച്ചതെന്ന് പറയാം അല്ലേ? എനിക്ക് മകൾ LLB ആണ് അല്ലേ? മകളൊരു വക്കീലാവാൻ പോവുകയാണ്. അപ്പോൾ സാറിൻ്റെ ധൈര്യവും ആ ചുറുചുറുപ്പും ഒക്കെ മകൾക്ക് കിട്ടും എന്ന് നമുക്ക് കരുതാം അല്ലേ സാർ? തീർച്ചയായിട്ടും. അവള് എന്നെക്കാളും കുറച്ചുകൂടെ സ്മാർട്ടാണ്. ഞാനാണ് സ്മാർട്ടല്ല അത്. അപ്പോൾ സാറിന്റെ ദൗത്യം നന്നായി നടക്കട്ടെ. അഡ്വക്കേറ്റ് ആണ്. പക്ഷെ മകളുടെ കാര്യം നമ്മൾ എന്താ പറയാ, പുലിക്ക് പിറന്നത് പൂച്ചയാവില്ലല്ലോ എന്ന് പറയുന്ന ഒരു കാര്യം എനിക്ക് പറയാനുള്ള ശരിക്കും. അപ്പോൾ അത് കോടതിയിൽ ഒത്തിരി മലയാളി അഡ്വക്കേറ്റ്സ് ഉണ്ട്.
ഞാനവിടെ ചെല്ലുമ്പോൾ അവരുടെയൊക്കെ ഒരു മോറൽ സപ്പോർട്ടുണ്ട്. Support ഉണ്ടാവും. പിന്നെ തമിഴ് അഡ്വക്കേറ്റ്സ് നമ്മൾ വളരെ ബഹുമാനത്തോടെ കാണുന്നത്. തമിഴ് അഡ്വക്കേറ്റ്സ് അവരുടെ ഒരു ഒപ്പോണൻ്റായിട്ടൊന്നും കാണുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കറിയാം, സുപ്രീം കോടതിയിലെ തമിഴ് അഡ്വക്കേറ്റ്സിന് അറിയാം അവർക്ക് ദോഷം വരുന്നതൊന്നും അഡ്വക്കേറ്റ് റസൽ ജോയ് ചെയ്യില്ല എന്നറിയാം. തമിഴ്നാടിനും കേരളത്തിനും കൂടി സ്വീകാര്യമായ ഒരു എമിക്കബിൾ സെറ്റിൽമെൻറ്റ് ആണ് എൻ്റെ ഒരു ആഗ്രഹം. അപ്പോൾ അത് സാധിക്കുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം തമിഴ് ലോയേഴ്സ് ആ ഒരു അങ്ങനെ അവർക്കും ആ ഒരു ആറ്റിറ്റ്യൂഡാണ്. എന്നെ അവർക്കറിയാം. അപ്പോൾ തമിഴ് ലോയേഴ്സ് കുറച്ചുകൂടെ നമുക്ക് സപ്പോർട്ടിംഗ് ആണ്. അത് മാത്രമല്ല, അവിടെ ഒരു എൻവയറമെൻ്റൽ ഇഷ്യൂ എന്നുള്ള രീതിയിൽ തമിഴ് മലയാളമൊന്നുമില്ല. അവിടെ സുപ്രീം കോടതിയിലെ സീനിയർ ലോയേഴ്സ് അടക്കമുള്ള ആളുകൾക്ക് നമ്മളോടൊരു താല്പര്യമുണ്ട്. കാരണം ഇത് കേരളത്തിൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, ഇതൊരു ദേശീയ പ്രശ്നമാണ്. ഇതിൻ്റെ അടിയിൽ സദേൺ നേവൽ കമാൻഡ് ഉണ്ടല്ലോ, നേവൽ ആർമമെൻറ്റ് ഡിപ്പോ ഉണ്ട്, എയർപോർട്ടുണ്ട്. അങ്ങനെ ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരുപാട് സ്ഥാപനങ്ങൾ ഇതിൻ്റെ അടിയിലുണ്ട്. അപ്പോൾ ഇതൊരു ദേശീയ വിഷയമാണ്. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്കുള്ള പെറ്റീഷൻ ഹിന്ദി ലോയേഴ്സിനൊക്കെ അറിയാം, അവരൊക്കെ ഒപ്പിട്ടിട്ടുണ്ട്. അപ്പം എന്നെ കാണുമ്പോൾ ഈ വിഷയത്തിനാണ് ഞാൻ, വേറെ കേസുണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയെന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പ്രാവശ്യം 8-ാം തീയതി കോടതി സമ്മർ വെക്കേഷൻ കഴിഞ്ഞ് കോടതി തുറന്ന ദിവസമാണ്. അന്ന് ഇടിച്ചു കയറി പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു റൂൾസ് ഓഫ് പ്രാക്ടീസ് ഫോളോ ചെയ്യാണ്ട് ഇടിച്ചു കയറി പറഞ്ഞപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചായിരുന്നു. അതൊക്കെ ഒരു എന്താ പറയുക, നമ്മൾ ഈ ആവശ്യക്കാരന് ഔചിത്യമില്ല എന്ന് പറയൂലേ, ദ നീഡി ഹാസ് നോ പ്രൊപ്രൈറ്റി. അതാണ് അങ്ങനെ ഇടിച്ചു കയറി പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം. ആവശ്യം നമ്മുടെ ആണല്ലോ, നമുക്കപ്പോൾ ആരെയും നോക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഒരു നീതിയുണ്ട്. പിന്നെ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്യാരണ്ടി ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട്, അതായത് നമുക്ക് ഭയം കൂടാതെ ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതിനെ ഇൻഫ്രിഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല. അത് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഇപ്പോൾ പഴകി ദ്രവിച്ച ഒരു ഡാമിൻ്റെ അടിയിൽ ഭയത്തോടുകൂടി ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇറ്റ്സ് അഗെയിൻസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മൾ ഫ്രീ ആയിരിക്കണം. പിന്നെ നമ്മുടെ സ്ഥലത്ത് തമിഴ്നാടിൻ്റെ ഭരണം അത് ഇന്ത്യയുടെ ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെതിരാണ്. നമ്മുടെ നാട്ടിൽ നമ്മൾ ഭരിക്കണം. അതാണ് ഫെഡറൽ കോൺസ്റ്റിറ്റ്യൂഷനെ റെസ്പെക്റ്റ് ചെയ്യുന്ന തമിഴ്നാട് ചെയ്യേണ്ടത്. ഇത് ഒരുമാതിരി പൊളിറ്റിക്സാണ്, മണി ഇൻവോൾവ് ഇതിൽ. ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്, ഒരു കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂ ആണ്. ഞാനത് വളരെ സിമ്പിളാക്കി, ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റുകൾ വന്ന് ഡാം പരിശോധിക്കട്ടെ എന്ന് മാത്രമാണ്. കരാറിൻ്റെ സാധുതയോ പുതിയൊരു ഡാമിൻ്റെ കൺസ്ട്രക്ഷനോ ഒന്നും ഞാൻ പറയുന്നില്ല. ലെറ്റ് ദ ഡാം ബി എക്സാമൈൻഡ് ബൈ ഇൻ്റർനാഷണൽ റിലയബിലിറ്റി സയൻറ്റിസ്റ്റ് ആൻഡ് ലെറ്റ് ദം സേ ഹൗ ലോങ് ദിസ് ഡാം ഈസ് റിലയബിൾ. അപ്പോൾ സാറിൻ്റെ ആവശ്യപ്രകാരം പോലെ ഒരു സയൻറ്റിസ്റ്റിന് പറയാൻ കഴിയട്ടെ, ഇനിയും അല്ലേ പൂർണ്ണതയോടെ നിൽക്കാൻ, ഇത്ര വർഷം നിൽക്കാൻ പറ്റും എന്ന് പറയട്ടെ എന്നാണ് സാർ പറയുന്നത്. എങ്കിലും ഓക്കെ, നോ ഒബ്ജെക്ഷൻ അല്ലേ സാർ? പറയില്ല. കാരണം റിലയബിലിറ്റി സയൻസ് പ്രകാരം ഒരു
ഡാമിൻ്റെ മാക്സിമം ലൈഫ് എന്ന് പറയുന്നത് 40 ഇയേഴ്സാണ്. അതാണ് അവരുടെ സയൻസ്. 40 ഇയേഴ്സ് കഴിഞ്ഞ ഒരു ഡാം ഇമ്മീഡിയറ്റ് ഡീകമ്മീഷൻ ചെയ്യണമെന്ന് പറയാനേ അവർക്ക് പറ്റൂ. കാരണം അവരുടെ സയൻസ് അവരെ പഠിപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇതൊക്കെ ഒരു വലിയ ക്രൂരതയാണ്. ഈ പഴയ ഡാം നമ്മുടെ തലയ്ക്ക് മേലെ എങ്ങനെ നിർത്തുക എന്നുള്ളത്. എത്രയോ മുമ്പ് ഇതിനൊരു സൊല്യൂഷൻ 60 വർഷമായി എന്ന് ഓർക്കണം. 60 വർഷമായിട്ട് ഇങ്ങനെ പുതിയ ഡാം പല സൊല്യൂഷൻസ് ഇങ്ങനെ പറഞ്ഞ് ആവശ്യമില്ലാത്ത ചർച്ചകൾ നടത്തി പഴയതൊക്കെ എടുത്ത് മാറ്റണ്ടേ? അതല്ലേ വേണ്ട, പഴയതെടുത്ത് മാറ്റുക. അതിന് ചർച്ച ചെയ്യുന്ന ഒരു ജനതയായിപ്പോയി നമ്മുടെ നാട്ടിൽ. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചർച്ചയാണ്. അത് മേസൺട്രി ഡാമാണോ, പിന്നെ സയൻറ്റിഫിക് ആസ്പെക്ട്സ് ഒക്കെ. പിന്നെ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നം അതാണ്. ഡാം ഒരു എൻജിനീയറിങ് സബ്ജക്റ്റിൻ്റെ അടുത്തോട് കൂടി പോവാത്ത ആൾക്കാർ വലിയ ഡയലോഗ്സ് പറയും. വേറൊരു തമിഴ്നാട്ടിലെ ആൾക്കാർ അങ്ങനെ പറയാറില്ല. അറിയാൻ പാടില്ലാത്തത് മിണ്ടാണ്ടിരിക്കും. അറിയുന്നവർ പറയുന്നത് അംഗീകരിക്കും. കാരണം നമ്മൾ പഠിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മളെന്ത് പറയണമെന്ന് വിചാരിച്ചിട്ട്. മലയാളി അങ്ങനെയല്ല. മലയാളി വലിയ പണ്ഡിതൻ എല്ലാവരെയും പഠിപ്പിക്കാൻ വരും. എന്നെയും പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അത്തരം പഠിപ്പിക്കലുകൾ കേൾക്കാൻ നിൽക്കില്ല. അതാണ്. ഓക്കെ, സാറിന് പോകാൻ സമയമായിട്ടുണ്ട്. നമുക്ക് അതെ, നമുക്ക് നമ്മൾ ചിരിച്ചൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഇത് വലിയൊരു കയറി കഴിഞ്ഞു. ഉടനെ പോകേണ്ടതുണ്ട് സാറ്. അപ്പോൾ ഒരുപാട് ഞാൻ പറഞ്ഞ പോലെ പ്രതീക്ഷകൾ കയ്യിൽ പിടിച്ചിട്ട് പറക്കാൻ ശ്രമിക്കുകയാണ് സാറ്. അപ്പോൾ ഇതൊരു വിജയത്തിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ, കേസുകളും വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ചിരിച്ചു കളിച്ചെടുക്കുകയാണെങ്കിലും ശരിക്കും ഇത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഒരു യാത്രയിലേക്ക് പോകുന്ന ഒരു മനുഷ്യനെ നമ്മൾ എന്താ പറയുക, അത്രയും ഒരു ഹാപ്പിയോടെ പറഞ്ഞ് വിടുകയാണ് ചെയ്യണേ. ഓക്കെ സാർ, എയർപോർട്ടിൽ ഓടിച്ചിട്ട് ഓക്കെ സാർ, ഓൾ ദി ബെസ്റ്റ്.